ഹായ് ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും എല്ലാം മാളത്തിൽ ഒളിച്ചിരുന്നവരെല്ലാം ഇന്ന് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. എന്താ പറയുക, രാഷ്ട്രീയക്കാരും അല്ലാത്തവരും ഒക്കെ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയം എല്ലാവരുടെയും ഉള്ളതും ഇല്ലാത്തതുമായ രാഷ്ട്രീയങ്ങൾ പുറത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ്, തള്ളുകളുടെ കാലഘട്ടമാണ്. അത് ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, സെലിബ്രിറ്റികളായിട്ടുള്ള മത്സരിക്കുന്നവരെ കുറിച്ചാണ്. അവർ കുറേ വേർക്കുന്ന കാലഘട്ടമാണ്. അവർ എ സിക്കകത്തും ഒക്കെ ഇരുന്ന് ജീവിച്ചിരുന്നവരാണല്ലോ. എല്ലാ പാർട്ടികളിലും മത്സരിക്കുന്നവരായിട്ടുള്ള സെലിബ്രിറ്റികൾ അവരൊന്നും വെയിലത്തിറങ്ങി വെയിൽ കൊണ്ടുപോയി വേർക്കുകയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഈ സമയത്ത് മത്സരിക്കുന്നവരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അവർ ഇറങ്ങുന്നത്, അവർക്ക് ശാരീരികമായിട്ട് ഒത്തിരി അധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ മാനസികമായി ഒത്തിരി പ്രിപ്പയർ ആകേണ്ടതായിട്ടുണ്ട്. കാരണം ജനങ്ങൾ അവരെ കാണുന്നത് സെലിബ്രിറ്റികളായിട്ടാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അവർ ജനങ്ങളുടെ ഇടയിൽ വരുമ്പോഴും ജനങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കി കാണുന്നത് ഇന്ന സെലിബ്രിറ്റി അല്ലേ, ഇന്ന സിനിമാക്കാരനല്ലേ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ആ മനോഭാവത്തെ നേടിയെടുക്കുവാൻ, ആ മനോഭാവത്തെ മാറ്റിയെടുക്കുവാനാണ് ഇവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നത്. കാരണം ജനങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു സിനിമാക്കാരനാണ് അല്ലെങ്കിൽ സിനിമാക്കാരിയാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തെ മാറ്റിയെടുത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പ്രസൻറ്റ് ചെയ്യുവാൻ ആണ് അവർ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ശരിക്കും വെയിൽ കൊള്ളേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ജനങ്ങൾ അവരുടെ അടുത്ത് വരുന്നത് ഒരു രാഷ്ട്രീയക്കാരനെ കാണാനുള്ള ലാഘവത്തോടെയല്ല, അതിനപ്പുറത്തൊരു സെലിബ്രിറ്റിയെ കാണുവാനും അവരുടെ കൂടെ സെൽഫി എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ സെലിബ്രിറ്റികളെ സമീപിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എനിക്കൊരു വോട്ടെങ്കിലും അധികം കിട്ടണമെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടെയാണ് ജനങ്ങളെ ഈ സെലിബ്രിറ്റികൾ സമീപിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിലുള്ള ആ ചിന്താഗതിയും വിരോധാഭാസവും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ മനസ്സിലുള്ള വോട്ട് കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ ജനങ്ങൾക്ക് ആദ്യമായിട്ട് ഈ സെലിബ്രിറ്റിയെ കാണുകയാണല്ലോ, ഇവരൊക്കെ ഇപ്പോഴാണല്ലോ വെളിയിലിറങ്ങുന്നത്. അപ്പോൾ ഇവർ അടുത്ത് വരുമ്പോഴെല്ലാം ഇവർക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെയാണ് ജനങ്ങൾ അവരെ സമീപിക്കുന്നത്, അവരെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല കാണേണ്ടത്. ഞാനൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഇവർ അടുത്ത് വരുന്നതെങ്കിലും അത് ആ ഒരു മനോഭാവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ടത്, അതിനുവേണ്ടിയാണ് ഇവർ അധ്വാനിക്കേണ്ടത്. അവർക്ക് ഒത്തിരി കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ശരിക്കും വേർപ്പൊഴുക്കേണ്ടി വരും എന്നുള്ളതൊരു സത്യമാണ്. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.